ഹലോ കൂട്ടുകാരെ. ഏഹ് എന്താ പറയുക, കൂട്ടുകാരെ എന്ന് വിളിക്കാം, ഫ്രണ്ട്സുകളെ. അന്നേരം ഇന്ന് നമ്മൾ പല കമൻസുകളും ഇത് കണ്ടില്ല, ഇടയ്ക്കെപ്പോഴൊക്കെ കണ്ടു. എന്നാ പറയുക, പലരും പല ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ചങ്കായിട്ട് നടന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിട്ട് ഇത് നിലനിന്നുകൊണ്ട് സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ പുതിയ മെമ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഗ്രൂപ്പിലുണ്ടെന്നറിയാം. അതിൽ ക്ലിയർ ചെയ്യുന്നത് ഇതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് തികച്ചും എന്നാ പറയുക, നമ്മൾ തികച്ചും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ വണ്ടി പണിത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വണ്ടി പണിത കാര്യങ്ങൾ, വണ്ടി പണിതു, ഓൾറെഡി വണ്ടി പണിതിട്ട് വണ്ടി പോയി, തികച്ചും ആത്മാർത്ഥതയോടെ പണിതു, വണ്ടി പണിത് പോയിക്കൊണ്ടിരിക്കുന്നു. എൻജിന് പോകാനായപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം, ഗ്യാസ്കറ്റ് കാര്യങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. എൻജിന് ചെറിയ കംപ്ലൈൻറ്റ് പോകാനായപ്പോൾ സ്മോക്ക് കൂടുതൽ നമുക്ക് തോന്നിയത് കൊണ്ട് തന്നെ 2 മാസം കഴിയുമ്പോൾ ആ വർക്ക് തിരിച്ചു വരുമ്പോൾ ചെയ്യാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് വണ്ടി യാത്രയായത്. വണ്ടി അങ്ങനെ യാത്രയായി വണ്ടി എന്നാ പറയുക, വണ്ടിയുടെ നമ്മളൊരു കുറച്ച് ടേം ആൻഡ് കണ്ടീഷനുണ്ട്. അതിൽ ടേം ആൻഡ് കണ്ടീഷൻ തെറ്റിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് പേരോടെങ്കിലും ഈ ഗ്രൂപ്പ് വഴി പറയാനിടയാക്കിയത്. അതായത് നമ്മൾ മണ്ടന്മാരാണ്, നമുക്ക് തന്നെ ഒരു തോന്നൽ വരില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത് മാത്രമാണ്, അല്ലാതെ ആരെയും ഇതാക്കാൻ വേണ്ടിയൊന്നുമല്ല. കാര്യം നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇവർ എന്നാ പറയുക, ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറയാം, ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ വേറൊരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പണി കൊടുക്കല്. അതായത് വേറെ ഒരു വണ്ടി, ഇപ്പോൾ വേറെ ഒരു ആൾക്കാരുടെയും വണ്ടി പണിയല്. ആ കണ്ടീഷനും അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വണ്ടിക്ക് ഇപ്പം നമ്മുടെ പിള്ളേരെല്ലാവരും ഇവർ ഒരുമിച്ച് പറിച്ചതാണ്. അന്നേരം കഴിഞ്ഞ വട്ടത്തെ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ എല്ലാ പിള്ളേരും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇവർ റീച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വണ്ടി കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വില പോവും. അന്നേരം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരു കണ്ടീഷൻ നമ്മളും വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും പറയാത്ത രീതിയിലുള്ള ഇതിലാണ് നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത്. അന്നേരം അങ്ങനെയെല്ലാം പറഞ്ഞ് വണ്ടി ഇപ്പോൾ പോയി. വേറൊരു മെയിൻ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഞ്ചിനൊന്ന് പണിയാതെ വിട്ടതും ഒരു വണ്ടി ദീർഘദൂരം പോകുന്നില്ല. ഒരു ദിവസം ഇപ്പം ഉദാഹരണം ഒരു 20 കിലോമീറ്റർ പോയി, പിന്നെ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു, അതിന് ശേഷം പോകുന്നു. അങ്ങനെയുള്ള ഇതിലാണ് പോകുന്നത്. അന്നേരം പണ്ടത്തെ ഇതിൽ വരുമാനം കുറവാണ്, ഇപ്പോൾ അത്യാവശ്യം നല്ല വരുമാനം കിട്ടാൻ തുടങ്ങി. അന്നേരം എന്നാ പറയുക, വണ്ടി യാത്ര സ്പീഡാക്കി, വണ്ടി ഒറ്റയടിക്ക് ഇത്ര കിലോമീറ്ററുകളും അങ്ങ് ഓടി. കാര്യം എന്താണോ ഏതാണെന്നൊന്നും അറിയത്തില്ല, എവിടെയും നിൽക്കാത്ത ഒരു ഓട്ടം പോലെ വണ്ടി അങ്ങ് ഓടി. വണ്ടി ഓടിക്കൊണ്ടിരുന്നു. നമ്മുടെ ഇങ്ങനെ ഓവർ ഇതൊന്നുമില്ല. നമ്മുടെയെന്ന് പറഞ്ഞാൽ ഒരു പ്രാന്തം പരിപാടിയാണ്. പല ആൾക്കാരുടെയും തെറിയും കേൾക്കേണ്ടി വരും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ള ഫീൽഡാണ് വർക്ക്ഷോപ്പ് മേഖല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നമ്മൾ എന്നാ പറയുക, വീട് വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും അറിയത്തില്ല, ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുമില്ല. അന്നേരം എങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരിപ്പം പോയി, അവിടെ അവരെത്തി എത്തി അവർ വണ്ടി നമ്മൾ പറഞ്ഞ കണ്ടീഷനിലൊന്നുമല്ല വണ്ടി പോകുന്നത്. കട്ടറും മറ്റേതും എല്ലാം റഫായിട്ടാണ് പോകുന്നതെന്നുള്ളത് കാര്യം മനസ്സിലായി. പിന്നെ അത് വന്നാലും നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അത് പോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ വണ്ടി പോയി. അവസാനം നിങ്ങൾക്കറിയാം, ലാസ്റ്റ് എന്നാ പറയുക, ഏതോ ഞാൻ അന്വേഷിച്ചിടത്തോളം കറക്റ്റ് അറിഞ്ഞത് എന്നാ, സൂചി നേരെ വെച്ചാൽ പോകുന്ന തരത്തിലുള്ള റോഡിൽ കൂടി ഇറക്കിയിട്ട് അത് ഇറക്കാൻ വ്യക്തമായിട്ട് മറുപടി കിട്ടിയതാണ്. അതുപോലത്തെ റോഡിൽ കൂടി, അതായത് ആ ഡാർജിലിംഗ് എന്നാ സ്ഥലമെന്ന് പോലും എനിക്കറിയത്തില്ല. ആ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരാളെ മുഖാന്തരം ഞാൻ അറിഞ്ഞതാണ്, ഇന്ന സ്ഥലത്തു നിന്ന് വണ്ടി, അതായത് ഒരു ഹൈ പവറുള്ള വണ്ടി പോലും കയറ്റാൻ പറ്റാത്ത കയറ്റത്തിൽ വണ്ടി യൂസ് ചെയ്ത്, ആ എൻജിന് വീക്കുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. വണ്ടിയെ നശിപ്പിക്കുക എന്നുള്ള, അത് വേണ്ട എന്നുള്ള ഒരു മനസ്സിൽ സ്വന്തം അന്നമാണെന്നുള്ള ഒരു ബോധ്യം വേണം. അതില്ലാതെ എന്നാ പറയുക, ഒരിക്കലും സാധ്യമാകാത്ത ഒരു സ്ഥലത്തു കൂടി അവർ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത വീഡിയോ അവർ എന്നെ ഇടാതെയിരുന്നു.
അന്നേരം നമ്മൾ ഈ ആ യാത്ര ചെയ്ത ആ യാത്രയിൽ ഉണ്ടായ കാര്യങ്ങൾ, ആ വണ്ടി എങ്ങനെ നിന്നു, ബ്ലോഗ് ചെയ്ത് വരുമ്പോഴാണല്ലോ വണ്ടി നിന്ന്. ആ ബ്ലോഗ് വണ്ടി കേടായ അവിടെ തൊട്ടുള്ളതാണ് അവരിട്ടത്. ആ വീഡിയോ ഇട്ടിട്ടില്ല. ആ വണ്ടി ഇപ്പം കയറി ബാക്കി എല്ലാ ഇതും കാണിക്കുന്നുണ്ടല്ലോ. അത്രയും അവർ ആ വണ്ടിക്ക് പോകാനിരുന്നതല്ല. പിറ്റേ ദിവസം സുപ്രഭാതത്തിൽ അവർ പോയെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അറിയുന്നത്. സുപ്രഭാതത്തിൽ ഇത്രയും വലിയ കയറ്റം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത അത്ര കയറ്റം പോയി. ആ വണ്ടിക്ക് താങ്ങാത്ത രീതിയിലാക്കി കളഞ്ഞ് വണ്ടി കയറി എല്ലാം പോയി. നമ്മൾ ക്ഷമിച്ചു, നമ്മൾ ഇതിലെല്ലാം പോയാൽ പോട്ടെ, നമുക്ക് പുല്ല, ആ എൻജിൻ നമ്മൾ ശരിയാക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ആ ഇതും ഞാൻ എൻജിൻ ഇവിടെ നിന്ന് റെഡിയാക്കി വേറെ എൻജിൻ കൊണ്ടുപോകേണ്ട സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രശ്നം പെപ്പയുടെ ഇതിൽ ഒരു കമൻറ്റ് പിൻ ചെയ്ത ഇതിൽ വന്നിരിക്കുന്നത്. ആ ടൈമിലൊന്നും ഞാൻ ഫോൺ ഓവർ യൂസ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ടൈമിലാണ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി പെപ്പയുടെ ഇതിൽ മെസ്സേജ് പിൻ ചെയ്തതിലൂടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം വന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലോ കാര്യങ്ങളിലോ ഒന്നും അതുവരെ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ഒരു ഒളിച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ. ആ രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം എന്നാ, ഞാൻ നിങ്ങളോട് ഇതൊരു എപ്പിസോഡ് പോലെയല്ല, തുറന്നു പറയുന്നതാണ്, നടന്ന സാഹചര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുന്നതാണ്. അന്നേരം ഇങ്ങനെ സംഭവിച്ചു. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു. അന്നേരം ഇവർ സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് അന്നേരം എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ അവരുടെ വീഡിയോയും കാണുന്നില്ലായിരുന്നു. കാര്യം എനിക്ക് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടും പണിക്കാരുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുറവുള്ളതുകൊണ്ടും ഞാൻ വീഡിയോ കാണുന്നുമില്ലായിരുന്നു. ഇങ്ങനെ വണ്ടി റഫായിട്ട് പോകുന്ന ടൈമിൽ 2-3 നിങ്ങളെപ്പോലെയുള്ള വ്യൂസ് കാണുന്ന ആൾക്കാർ പറഞ്ഞിട്ട്, ഞാൻ ആ വണ്ടി സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ട് കണ്ടു. അതിൻ്റെ 2 ദിവസം കൂടി കഴിഞ്ഞപ്പം ഏകദേശം ആ വണ്ടിയുടെ പരിപ്പ് വിളകി. അന്നേരം ഇത്രയും, അതായത് വ്യക്തമായിട്ട് ഒരു വണ്ടി ഹൈ പവറുള്ള ഡബിൾ CC ഉള്ള വണ്ടി കയറാൻ പറ്റാത്ത ആ കയറ്റം എന്തിനു കയറി എന്നുള്ളത്, അതൊക്കെ പോട്ടെ, ആ കാര്യങ്ങളെല്ലാം പോട്ടെ എന്നിരിക്കെ, അന്നേരം ആ കാര്യങ്ങളെല്ലാം പോട്ടെ. അന്നേരം എന്നാ പറയുക, ഇങ്ങനെ പ്രശ്നങ്ങൾ അതായത് അവരെന്നിട്ട് നേരെ എന്നാ വർക്ക്ഷോപ്പ് ഇപ്പം ഞാൻ ഇടയ്ക്ക് വിട്ടുപോയി. അതായത് ഈ മെസ്സേജിൻ്റെ കാര്യങ്ങൾ വന്ന് ഇവരെന്നെ ഫോൺ വിളിച്ചു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഫോൺ വിളിച്ച് ശ്രദ്ധിച്ച് സംസാരിച്ചു. ആദ്യം എനിക്ക് സാറ് വോയിസ് മെസ്സേജ് വിട്ടു. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഈ മെസ്സേജ് വിട്ടേക്കുന്നതെന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടെന്നു. ഞാനത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടിയിൽ തന്നെയാണ്. നമ്മൾ ആര് മെസ്സേജ് ഇട്ടാലും നമ്മുടെ അന്നോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക്ഷോപ്പാണ്. നമ്മൾ അതിൽ നിന്ന് വിട്ടിട്ട് യൂട്യൂബിൻ്റെ പുറകെ മറ്റേൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് പൊട്ടിപ്പോവും. നമ്മൾ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച നോക്കി പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിജയിക്കില്ല. നമ്മൾ പല ആൾക്കാരും നമ്മളെ കൊണ്ടും ജീവിക്കുന്നതാണ്. നമ്മളും അതിൽ പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. അന്നേരം അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ സാറിങ്ങനെ മെസ്സേജ് ചെയ്തപ്പോൾ ഞാനും ശ്രദ്ധിച്ചില്ല. വൈകുന്നേരം വീട്ടിൽ ചെന്ന് മെസ്സേജ് നോക്കുമ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നം, ആശാൻ്റെ ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന് മറ്റേതാ മറിച്ചത്. എന്നിട്ട് ഞാൻ ആ ഗ്രൂപ്പ് അവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം അവരെന്നാ പറയുക, നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് എന്നാ ചെയ്യണം, വണ്ടിയെ കുറ്റം പറയാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഈ പൈസയുടെ ഇതിലും വണ്ടിയെ കഴിഞ്ഞ ദിവസം ഉന്തിക്കൊണ്ട് നടക്കുന്നതും. വണ്ടിയെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ആ വണ്ടിയെ കരുവാക്കിക്കൊണ്ട് ആ വണ്ടി വണ്ടിയാണ്, ഓടുമില്ല, അത് ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതിലാണ് ഞാൻ ഈ എതിർപ്പ് സഹിച്ചത്. അതിൽ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ ഞാൻ കണ്ടു, ആശാൻ്റെ എന്നാ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആരോരും ഇതാക്കാൻ വേണ്ടിയല്ല, ഈ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് നിങ്ങളുടെ പേര് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞതെന്ന്. അത് പറഞ്ഞ് ശുദ്ധ മണ്ടിത്തരമാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് നിന്നിട്ട് എനിക്ക് ഇവിടെ വർക്ക്ഷോപ്പ് വിട്ടിട്ട് ഞാൻ ഇവന്മാരുടെ കൂടെ പോയിട്ട് ഒരാഴ്ച അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര റീച്ച് കൂടുമെന്നും എൻ്റെ ചാനലിൽ എത്ര പ്രൊമോഷൻ കിട്ടുമെന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ സ്ഥാപനം വിട്ടിട്ട് ഞാൻ എവിടെ പോവുകയില്ല. എനിക്കങ്ങനെ റീച്ച് കൂടുകയും വേണ്ട. അങ്ങനെ കാലം നക്കി നടക്കാനാണെങ്കിൽ പല റീച്ചും കൂടുമെന്ന് എനിക്ക് വ്യക്തതയോടെ അറിയാം. എനിക്ക് നല്ല റീച്ച് കിട്ടുമെന്ന് പറയാം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ ചെയ്യൂല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്നാ പറയുക, അങ്ങനെ പറഞ്ഞതിനുള്ള ഉത്തരവാണ്, ആ സഹോദരൻ പറഞ്ഞതിൻ്റെ ഒരു ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എപ്പോഴും അങ്ങനെ നമ്മളെ പറയണമെന്നോ കോപ്പോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ ആ വണ്ടിയെ കുറ്റം പറയാൻ പാടില്ല.
വണ്ടി എങ്ങനെ അങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ വണ്ടി എങ്ങനെ നശിച്ചു, എങ്ങനെ ഓഫായി എന്നുള്ള വീഡിയോ അവരിടണം. പ്രത്യേകിച്ച് അവരെ മറ്റേ ഇതന്നെ ട്രോൺ നഷ്ടപ്പെട്ട സമയത്ത് വീഡിയോ അവർ ഇടണം. അതൊന്നുമില്ലാതെ ലാസ്റ്റത്തെ നിമിഷം ഒരാൾ മെസ്സേജ് വിട്ടെന്ന് പറഞ്ഞ് എൻ്റെ തല കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കാൻ, ഞാൻ മണ്ടനോ പൊട്ടനോ അല്ല, ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നവനുമല്ല. എനിക്ക് യൂട്യൂബും ഇല്ലെങ്കിൽ ഒരു കോപ്പുമില്ല. ഇപ്പം കോപ്പുമില്ലെന്ന് മാത്രമല്ല, എനിക്ക് ഞാൻ ഇപ്പം കുറച്ച് പേര് അതിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് കൊണ്ട് നിൽക്കുന്നത്. അല്ലാതെ എന്നാ പറയുക, മനുഷ്യൻ്റെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ ഇതും ആനക്കാരോ കോപ്പൊന്നുമല്ല. ആദ്യം ഞായറാഴ്ചയെങ്കിലും വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം അതും കോപ്പില്ല. അന്നേരം അതുകൊണ്ടൊന്നും യൂട്യൂബിൻ്റെ മറ്റേതും പച്ചതും കണ്ടിട്ടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതുമല്ല, നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളതിൽ വിജയിക്കും, നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വിജയിക്കും, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് നമ്മളും വിചാരിക്കും. ഓക്കെ, രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത്തെ കാര്യം, പൈസ കൊടുത്ത് സഹായിക്കുന്നതും കാര്യങ്ങളെല്ലാം നല്ലതാണ്. പിള്ളേർക്ക് വീടില്ല, കിടക്കാടമില്ല, എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരു മനുഷ്യന് സ്വന്തം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ വേറെ ആരോടും ഇരക്കാതെ ജീവിക്കണം. സ്വന്തം ജീവിക്കാൻ എനിക്ക് ഇപ്പം ഏകദേശം 40,000 സബ്സ്ക്രൈബറുള്ള ചാനൽ എനിക്കുണ്ടായിട്ട് തന്നെ 16,300 രൂപ, സത്യസന്ധമായ 16,300 രൂപ എനിക്ക് മാസം വരുമാനം വരാൻ തുടങ്ങി. അന്നേരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും വ്യൂസുള്ള ഡെയിലി വീഡിയോ ചെയ്യുന്ന, ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യുന്ന എനിക്ക് കറക്റ്റുള്ള ശമ്പളമാണ്. എനിക്ക് അതിൻ്റെ ABCD ആദ്യം അറിയാത്തത് കൊണ്ട് തന്നെ, അതിൻ്റെ കാര്യങ്ങൾ ഓഫായത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം അത് ചെയ്യാൻ കറക്റ്റ് അറിയാത്തത് കൊണ്ട് തന്നെ പൈസ കിട്ടിയില്ല. ലാസ്റ്റ് കിട്ടിയ പൈസയുടെ കിട്ടാൻ തുടങ്ങിയ പൈസയുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നേരം ഇത്രയും വീഡിയോ കാണുന്നവർക്ക് സ്വന്തമായിട്ട് ആരോടും ഇരക്കാതൊക്കെ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. അന്നേരം അതൊരൊന്നും മനസ്സിലാക്കുക, അതുകൊണ്ട് ജീവിച്ച് അതുകൊണ്ട് ഇതാക്കുക, വണ്ടിയൊക്കെ എടുക്കുക. പക്ഷേ ഈ എന്നാ പറയുക, കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. സ്വന്തം നമ്മൾ അധ്വാനിച്ച് ഒരു ടയർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ടയറിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വേദന ഉണ്ടാവും. വെള്ളം തന്നതാണെങ്കിൽ ആ വേദന ഇല്ല, അതുകൊണ്ടാണ് പ്രതികരിച്ചത്. ഓക്കെ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പ്രതികരിച്ചത്. ഓക്കെ, നമ്മളെ അതായത് മാന്യമായിട്ടുള്ള കാര്യം പറയാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിൽ ഞാൻ കാണാറില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെറിയ വന്നപ്പം വണ്ടിക്ക് ഉൾക്കാം ഒരു 5 ഫ്യൂസ് അത് മേടിച്ചപ്പോൾ 50 രൂപയാണെന്ന് അവൻ പറയുന്നത് കേട്ടായിരുന്നു. വെറും ഫ്യൂസ് മേടിച്ചതിന് 50 രൂപ. നമ്മൾ കൊറോണ സമയത്ത് പൈസ ഇല്ലാതെ പതുക്കെ പൈസ എടുത്തിട്ടാണ് പണിത് കൊടുത്തത്. എന്നിട്ട് അത് ഫുൾ കംപ്ലൈൻ്റ് ആയിക്കോട്ടെ റെഫ്യൂസ് ചെയ്ത്. ഒരു എൻജിന് കംപ്ലൈൻ്റ് ഉണ്ടായിട്ട് അത്രയും വലിയ സ്ഥലത്തു കൂടി എങ്ങനെയാ പോയെന്നറിയത്തില്ല, അതുപോലത്തെ സ്ഥലത്തു കൂടി പോകേണ്ട ആവശ്യം എന്നായിരിക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള വണ്ടി പണിതവർക്കും ബാക്കി ഹെൽപ്പ് ചെയ്തവർക്കും കുറ്റവും. അങ്ങനത്തെ ഒരു ഇത് വെക്കുന്നത് ശരിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമുക്ക് സമാധാനമാണ് മുഖ്യം. ഇങ്ങനത്തെ വാട്സപ്പ് കാര്യങ്ങളിലൊന്നും നമുക്ക് കൂടുതലില്ല. ഇനി നിങ്ങൾ എന്ത് ചെയ്താണ്, നമ്മൾ അവരെ രക്ഷപ്പെടണമെന്ന് 100% ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ്. രക്ഷപ്പെടണമെന്ന് 100% ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 300 പേരുള്ള ഗ്രൂപ്പിലോട്ട് ഞാൻ ഇത്ര വോയിസ് മെസ്സേജ് ഇട്ടത്. ഈ 300 പേരുള്ള ഗ്രൂപ്പിൽ 300 അല്ല 256 പേരുള്ള ഈ ഗ്രൂപ്പിലോട്ട് ഈ മെസ്സേജ് ഇട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈവായിട്ട് ചെയ്തിട്ട് ഇതാക്കാം. അങ്ങനത്തെ തെണ്ടിത്തരോ കോപ്പത്തരോ ഞാൻ ചെയ്യൂല. പക്ഷേ എന്നെയോ എൻ്റെ പണിത വണ്ടിയോ, നെപ്പോളിയൻ ആയിക്കോട്ടെ, ആ വണ്ടിയോ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കൂല. നമ്മളത് എന്നാ പറയുക, അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യും. വേറെ ഒന്നും കുഴപ്പമില്ല, വണ്ടിയെ കുറ്റം പറയാൻ പാടില്ല. വണ്ടി വേറെ എടുക്കുവാണെങ്കിൽ എടുത്തോ, യാതൊരു വിഷയമില്ല. പക്ഷെ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പാടില്ല. ഓക്കെ, ഈ ഒറ്റ പ്രശ്നത്തിലാണ് ഞാൻ ഇതാക്കിയേക്കുന്നത്. ഓക്കെ, സാറിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഗ്രൂപ്പിൽ പ്രശ്നങ്ങളായി. ഞാൻ എൻ്റെ ഗ്രൂപ്പ് ഡിലീറ്റ് അവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തില്ല, ഞാൻ അഡ്മിൻ ഒള്ളിയാക്കി. കാര്യം അവരെ എന്നേരമുള്ള പേടിപ്പേരും കാര്യങ്ങളും എനിക്കൊരു ആത്മവിശ്വാസക്കുറവും വന്നുകൊണ്ട് ഞാൻ അത് അഡ്മിൻ ഒള്ളിയാക്കി. ഇതുവരെ അത് ഞാൻ ഇതാക്കിയില്ല. ആ ഗ്രൂപ്പിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നേരം വേറെ ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായി. ഞാനും അതിൽ പിന്നെയും ആക്റ്റീവ് അല്ലാതെ ഇരുന്നു.
പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് ഞാൻ പിന്നെ കുറച്ച് ആക്റ്റീവ് ആയെന്ന് പറയാം. അതുവരെ ആക്റ്റീവ് അല്ലായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ആക്റ്റീവായി. എനിക്ക് മനസ്സിലായി, ഏകദേശം കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അവരുടെ ഭീഷണിയുടെ സ്വരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കിയില്ല. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഇപ്പം ആരെയാണ് പേരെടുത്ത് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. ചെക്കന്മാർ പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല. പക്ഷെ വേറെ പലരും എന്നെ പേടിപ്പിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ എനിക്കതിന് എതിർക്കേണ്ട ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എന്നെ ഒരു തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറിക്ക് അന്നേരം ഞാൻ മറുപടി പറഞ്ഞാൽ പറയും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് വിട്ടു. ഞാനത് പിന്നീട് ആ മെസ്സേജ് വായിച്ചിട്ട് ആ സ്പിരിറ്റിൽ പിന്നീട് എനിക്ക് മറുപടി കൊടുക്കേണ്ട വന്നു. ആ സാഹചര്യത്തിൽ അവിടെയാണ് ഈ കുത്തിത്തിരിപ്പും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട്, ഇപ്പം കുത്തിത്തിരിപ്പ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടുള്ള പ്രശ്നമായി. പിന്നെ വണ്ടിയുടെ ആ നിബന്ധനകൾ നമ്മൾ പറഞ്ഞ പോലെ വണ്ടിയുടെ മെയിനായിട്ട് ഇഷ്യൂസുകൾ, കംപ്ലൈൻറ്റുകൾ, കാര്യങ്ങളും എല്ലാം അവർ കാണിക്കേണ്ട രീതിയിലേക്ക് എത്തി. നമ്മൾ പറഞ്ഞ ബാക്കി ഇവർക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, ഈ വണ്ടി എങ്ങനെ കേടായി, എങ്ങനെ ഓടിച്ചപ്പോഴാണ് ആ വണ്ടി നിന്നത്? ഇല്ലെങ്കിൽ ഇതിൽ ഈ വെല്ലുവിളിക്കുന്ന ഒറ്റ ഒരാൾ പോയിട്ട് ആ റോഡ് എങ്ങനെയുണ്ട്, അവരുടെ വണ്ടി കേടായ റോഡ് എങ്ങനെയുണ്ടെന്ന് ഒരു ഫുൾ വീഡിയോ എടുത്തിട്ട് അയക്കാൻ പറ്റിയ തൻ്റെ ഉള്ള ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ആ വണ്ടി കേടായ സ്ഥലത്ത് ഒരു ഒമിനിക്ക് പോകാൻ പറ്റിയ സാഹചര്യത്തിൽ, അതും ഒമിനിക്ക് എന്ന പുതിയ വണ്ടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എഞ്ചിന് ചെറിയ വീക്കുള്ള ഒരു വണ്ടി പോകാൻ പറ്റിയ റോഡിൽ കൂടിയാണ് അത് ഓടിയത് എന്നുള്ളതിനൊരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാനിത് കീഴടങ്ങാം. ഇത്രയും വണ്ടി കെയർഫുള്ള് ചെയ്യാതെ ഓടിച്ചിട്ട് ആ വണ്ടി നശിപ്പിച്ചിട്ട്, നമ്മളൊക്കെ എന്നാ പറയുക, ചുമ്മാതെയല്ല വണ്ടി നന്നാക്കി കൊടുത്തത്. നമുക്കത് നിലനിൽക്കണമെന്നുണ്ട്. അല്ലാതെ 3 മാസം 2 മാസം ഇട്ട് ഓടിച്ചിട്ട് വണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയല്ല പണിതത്. അത് ഓടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ ഷോക്കേസിൽ വെക്കാനുള്ളതല്ല. മറ്റേ കറവ പശുവിനെ കറന്നെടുത്തിട്ട് ആ വണ്ടി കൊണ്ടാണ് ആ പിള്ളേർ രക്ഷപ്പെട്ടത്. ആ വണ്ടിയിൽ എന്നാ പറയുക, കുറച്ച് പൈസയും കാര്യങ്ങളും എല്ലാം കിട്ടുമ്പോൾ ആ വണ്ടിയെ ഒഴിവാക്കിയിട്ട് വേറെ ഉള്ളവർ ചെയ്യുന്ന സ്റ്റാൻഡേർഡിൽ പോകുന്നത് എനിക്ക് താല്പര്യമില്ല. അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ആ വണ്ടിയെ കുറ്റം പറയാൻ പാടില്ല. അവർ വേറെ വണ്ടി എടുത്തോട്ടെ. പക്ഷേ ആ വണ്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരിക്കലും പോകാൻ പാടില്ല. അത് നമ്മൾ പണിത് കൊടുത്താണ്, അത് കുറ്റം പറയാൻ പാടുമില്ല. പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു മെച്ചം നേടിത്തന്ന സ്ഥാനത്തെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ കുറ്റം പറഞ്ഞതാണ് എന്നെ ഇത്ര രോഷാകുലനാക്കിയതും. അതായത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നു, ആ വണ്ടി അങ്ങനത്തെ രീതി റെഫ്യൂസ് ചെയ്ത് നശിപ്പിച്ച ശേഷം ഇത് വണ്ടിക്ക് ഞാൻ എന്നിട്ടും വേണ്ടിയിട്ടില്ല. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും കേൾക്കണം, ഫാൻസ് ഗ്രൂപ്പും കേൾക്കണം. നാണം ഉണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് നാണം ഉണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കണം. അതായത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം പൈസയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഈ വണ്ടിക്ക് ഇങ്ങനെയാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ചിന്തിച്ച് നോക്കണം. ഈ വണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇപ്പം നമ്മളോടുള്ള വണ്ടിയുടെ കുറ്റം പറയണ്ട. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ലേ, നിങ്ങൾക്കറിയത്തില്ലേ, വണ്ടിയുടെ കുറ്റം പറയണം. നിങ്ങൾക്ക് ഇങ്ങനെ പറയത്തില്ലേ, പോലീസുകാർ പിടിക്കുന്നു, ഓക്കെ, പോലീസുകാർ പിടിക്കുന്നു, വൈൽഡ് ലൈഫിന് ഇതിന് ലൈസൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് വണ്ടി മാറ്റണമെന്ന് പറയത്തില്ലേ? ആ വണ്ടിയെ കുറച്ച് കാണിച്ചുകൊണ്ട് എന്തിത് കാട്ടിയാലും ഞാനത് എതിർക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ആ പൈസ വെച്ച് കൊടുക്കുക. അവർ 30,000-ത്തിനടുത്താണെങ്കിൽ ഞാൻ അതിൻ്റെ പൈസ ഇട്ടിട്ട് 50,000 രൂപയ്ക്ക് എപ്പോഴും ഞാൻ തിരിച്ചെടുക്കാം. അവർ തരട്ടെ, ഞാൻ ഓടിക്കാനല്ല, ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചോളാം. ഇങ്ങനെ റെഫ്യൂസും ചെയ്ത് ആ വണ്ടിയെ കുറ്റവും പറഞ്ഞിട്ട്, എന്തുകൊണ്ട് കുറ്റവും പറഞ്ഞിട്ട് വേറെ വണ്ടി എടുക്കണമെങ്കിൽ എടുക്കാം. ആരെ പറ്റിച്ചിട്ട് എന്ത് പറ്റിച്ചിട്ടും വണ്ടി എടുക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലും വണ്ടി എടുക്കാം. ഒരാൾ ഒരു വണ്ടിയിൽ എല്ലാവർക്കും ആഗ്രഹമാണ്. എനിക്ക് 800 ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വാഗണർ എടുക്കണമെന്നാണ് ആഗ്രഹം. മനുഷ്യൻ്റെ ആഗ്രഹം നിൽക്കുന്നില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ആ വണ്ടിയെ കുറ്റം പറയാൻ പാടില്ല. അല്ല, ഞാനോ നമ്മുടെ ബന്ധപ്പെട്ടവരോ ഒരു യുദ്ധത്തിനോ എന്നാ പറയുക, സ്വന്തം പല്ല് കുത്തി നാറ്റിക്കാൻ ഇടവരുത്തല്ലേ എന്നാണ് എന്നാ പറയുക, ഇങ്ങനത്തെ ഒന്നും ഇടപെടാത്തതുകൊണ്ട് കറക്റ്റ് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു വാഹനം പണിത് കൊടുത്തിട്ടുണ്ട്. അത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെയാണ് പണിത് കൊടുത്തത്. അന്നേരം എൻജിന് പോകുമ്പം തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഓട്ടോമാറ്റിക്കലി 2 മാസം 2.5 മാസം കഴിയുമ്പോൾ
നമ്മൾ എന്നാ പറയുക, അത് ശരിയാക്കി കൊടുക്കാമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞാൻ വണ്ടി ശരിയാക്കി കൊടുത്തത്. പക്ഷേ അത് പണിതപ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വാൻ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വാനിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു ഇത്ര നിശ്ചിത 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. 30 കിലോമീറ്ററിൽ നിന്ന് പിന്നെ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നു, പിന്നെ യാത്ര ചെയ്യുന്നു. അങ്ങനെയൊക്കെ വണ്ടി പോകുന്നു എന്ന രീതിയിലാണ് ഞാൻ പണിത് കൊടുത്തത്. ആ ഇതിലാണ് ആത്മാർത്ഥതയോടെ പണിത് കൊടുത്ത വണ്ടിയാണ്. അന്നേരം അത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് മറ്റേ ട്രെയിനില്ല, കുർള എക്സ്പ്രസ് പോകുന്ന പോലെ ജെറ്റ് പോലെ ഒറ്റപ്പോക്കാണ്. ഇത് മുമ്പിൽ പുറകിൽ വരുന്നവരെ പിടികൊടുക്കാത്തതാണോ എന്താണോ സംഭവം അറിയത്തില്ല, ഒറ്റപ്പോക്ക് പോയി. സ്വാഭാവികമായിട്ടും പോയപ്പോൾ ആ ഒരുമിച്ച് നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിൽ യാത്ര പോയാൽ അതിന് താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. അങ്ങനെ ചില കുറ്റങ്ങൾ വന്നു. നമ്മൾ തമ്മിലുള്ള ടേം ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർക്കും അങ്ങോട്ടും ഒരു ഉപദ്രവം ചെയ്യാത്ത രീതിയിലായിരിക്കണം. അതായത് എൻ്റെ ഷോപ്പിലെ പണിക്കാരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്റ്റാഫ് എന്ന് പറയുന്നതാണ് എൻ്റെ ജീവൻ. അന്നേരം അവരെല്ലാം പറഞ്ഞു, ഇവർ റീച്ച് കൂട്ടാൻ വേണ്ടി ഇങ്ങനെയാക്കും അങ്ങനെയാക്കും, വണ്ടി കത്തിപ്പോയെന്ന് പറയും. അതെല്ലാം ഞാൻ ഓക്കെ പറഞ്ഞു, അവരും സമ്മതിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്ന് ഒരിത് വന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാനും ബാക്കി ചെയ്തു. എന്തോ ഇതായിക്കോട്ടെ, അത്യാവശ്യം നമ്മൾ സ്നേഹം കൊണ്ട് പണിത് കൊടുത്ത മുതലായാലും ആര് ഫ്രീ ആയിട്ട് കൊടുത്താലും ഒരു റെൻ്റേ വണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ കെയർഫുള്ളായിട്ടാണ് യൂസിങ്ങും കാര്യങ്ങൾ വരുന്നത്. അന്നേരം ആ വണ്ടിക്ക് തകരാറ് പറ്റിയെങ്കിൽ ആ വണ്ടി എങ്ങനെ തകരാറ് വന്നു എന്ന് അവർ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. തകരാറ് വന്നതെങ്ങനെ, ഡ്രോൺ നഷ്ടപ്പെട്ടത് എങ്ങനെ എന്നൊരു ഒരു വ്യക്തതയില്ല. വണ്ടി വെള്ളത്തിൽ പോയോ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നൊന്നുമില്ല. ബാക്കിയുള്ള പണിതോർക്ക് കുറ്റം, ബാക്കി കുറ്റങ്ങൾ, അത് ഷോർട്ടായി ഇത് ഷോർട്ടായി, ബാക്കിയുള്ളവർക്ക് കുറ്റം. പിന്നെ അതും പോരാഞ്ഞിട്ട് എല്ലാവരും ഇവരെ സ്നേഹിക്കുന്നവരാണ്. അന്നേരം എതിർ ടീമിനെ പോയി ചൊറിയാൻ നിന്നിട്ട്, ഒരു കുഴപ്പമില്ലാതെ എതിർ ടീമിനെ പോയി ചൊറിയാൻ നിന്നിട്ട്, അവരുടെ പ്രശ്നങ്ങൾ വേറെ ആയതുകൊണ്ട് നാട്ടിലോട്ട് ഇപ്പോൾ വണ്ടി തിരിച്ചും കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ വേണമെങ്കിൽ ചെറിയ ഉടക്ക് ആ സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അന്നേരം എന്ത് വെച്ചാലും എന്നാ പറയുക, ഇപ്പം അവർ അവിടെ നിന്ന് തന്നെ വണ്ടി മാറ്റി വേറെ വണ്ടി എടുക്കേണ്ട ഇതിലോട്ടാണ്. വേറെ വണ്ടി എടുത്തെന്ന് തോന്നുന്നു, ഏത് സാഹചര്യം ആയിക്കോട്ടെ. അന്നേരം വണ്ടി പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കണം അതെന്ത് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ സ്നേഹത്തിൽ നിൽക്കുവാണെങ്കിൽ ഞാനും എമ്മി അവർക്ക് വണ്ടി മേടിച്ചു കൊടുക്കും. ഇതുപോലത്തെ ഊളപ്പരിപാടിയല്ല ചെയ്യണ്ടേ. മറ്റേ പച്ചയ്ക്ക് തന്നെ പറയാം, ഇപ്പം കൂടെയുള്ള പുള്ളി തന്നെ ഇപ്പം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാണ്. ചില പല പ്രശ്നങ്ങളും അതിലുണ്ടാവുകയും അങ്ങനെ സംഭവിച്ച പ്രശ്നങ്ങളാണ് മൊത്ത പ്രശ്നങ്ങൾ. അങ്ങനെ പറയാം. ഇതൊന്നുമില്ലാതെ ഈ സാഹചര്യത്തിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഒന്നെങ്കിൽ നമ്മളോട് ചോദിക്കുക, ആ വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ 50,000 രൂപ കൊടുത്തിട്ടാണെങ്കിലും ആ വണ്ടി ഞാൻ മേടിച്ചിട്ട് എൻ്റെ ഷോപ്പിൽ കയറ്റി വെച്ചേനെ. ആരോടും ഒരു ഇതുമില്ലാതെ അവരുടെ ഇഷ്ടത്തിന് എന്നാ പറയുക, നമ്മളൊക്കെ ചെയ്തത് വെറും ഇതാന്നുള്ള രീതിയിലുള്ള പോക്ക് എനിക്കൊട്ടും താല്പര്യമില്ല, എനിക്കൊട്ടും ഇഷ്ടവുമില്ല. ഞാനത് എവിടെ ഏതവൻ വന്നാലും തുറന്നു പറയേണ്ട ചങ്കൂറ്റം എനിക്കുണ്ട് താനും. ഞാൻ വർക്ക്ഷോപ്പിൽ അധ്വാനിച്ച് പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. ഓക്കെ, അന്നേരം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമുക്ക് അതിൽ വരുന്ന ഓരോ കമൻറ്റും നമുക്കതിൽ വേദന ഉണ്ടാകും. നമ്മളിത് കൊടുത്തിട്ട് അവിടെ കംപ്ലൈൻറ്റ് ഇവിടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാകും. ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു എന്നാ പറയുക, എൻ്റെ വൈഫിനെ എനിക്ക് വേണ്ട എന്ന് തോന്നി. എൻ്റെ വൈഫിനെ എനിക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വൈഫിനെ ചായ ഉണ്ടാക്കിയതിന് കുറ്റം, മറ്റതിന് കുറ്റം, പണിയുന്നതിന് കുറ്റം, എന്തും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റങ്ങൾ പറഞ്ഞ് ഞാൻ പതുക്കെ ഒഴിവാക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അത് നമുക്കൊട്ടും, ഇവർക്ക് വേറെ എടുക്കണമെങ്കിൽ വേറെ എടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ പണിത വണ്ടിയെ നമുക്ക് കുറ്റം പറയുന്നത് നമുക്കിഷ്ടമില്ല. ആ വണ്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അതിന് ഇഷ്ടമില്ല. ഓക്കെ, ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും ചൊറിയാൻ വന്നാൽ ബാക്കിയുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഇപ്പം എന്നാ പറയുക, ഇത് ലൈവിലോ നീ എന്ത് ഇതിലോ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ
പറയുന്നില്ല. കാര്യം അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ തന്നെയാണ് പിള്ളേരെ വളർത്തി വിട്ടത്. അവർ പോയി രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. ഏ പിന്നെ ഇത് നമ്മൾ ഇത്ര പേരെ ഇതിൽ തന്നെ വരാനുണ്ടായ കാരണം തന്നെ അതും വരുമില്ലായിരുന്നു. അതെങ്കിലും കണ്ടിട്ട് ഇവന്മാരൊന്നും മര്യാദ പഠിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയോട് വന്ന, അല്ലാതെ വേറൊരു കാര്യമുണ്ട്. ഇനി ഇതേപോലെ അവരുടെ ചാനലിൽ കൂടി വേറെ കമൻറ്റിലോ കാര്യങ്ങളിലോ ഒക്കെ പോട്ടെ, അവരുടെ ചാനലിൽ ഈ വണ്ടിയെ കുറ്റം പറഞ്ഞ് പിന്നെ ആൾക്കാരെ ഓവർ പൈസയും മറ്റേതും ഇതെല്ലാം നോക്കിയാൽ നമ്മൾ പ്രതികരിച്ചെന്നിരിക്കും. പൈസയുടെ ഇതും പോട്ടെ, പൈസ അവർ മേടിക്കുന്നവർ മേടിക്കട്ടെ, കൊടുക്കുന്നവർ കൊടുക്കട്ടെ. ആരിൽ നമ്മൾ ഇഷ്ടത്തോടെ ഒരാൾക്ക് കൊടുത്തത് അത് നമ്മൾ പോട്ടെ, ലക്ഷങ്ങൾ 20 50 ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിൽ വന്നാലും വിഷയമില്ല. പക്ഷേ ആവശ്യത്തിൽ വരുമാനം ഏകദേശം എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല വരുമാനമുണ്ട്, അത്യാവശ്യം ലക്ഷങ്ങൾ വരുമാനമുണ്ട്. എന്നാലും അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ജീവിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. 100% അജിത്തിൻ്റെ മനസ്സിൽ തട്ടിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ക്ഷമിച്ച്, എന്നിട്ട് ഇന്നത്തെ വീഡിയോയിലടക്കം വണ്ടിയുടെ കുറിച്ച് കുറ്റമല്ലാണ്ട് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ശ്രദ്ധിച്ച വീഡിയോയിൽ നെപ്പോളിയനെ എന്താ പറയുന്നത്, ആടെ തൊട്ട പ്രശ്നം ഈടെ തൊട്ട പ്രശ്നം, മറ്റേ വിഷയം വയറിങ് ഈടെ തൊട്ട വിഷയം, വയറിങ് ആടെ തൊട്ട വിഷയം, വണ്ടിയിൽ എന്തെല്ലാം കുറ്റം പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞ്. അതായത് അവരെ നെഞ്ചോട് കൂട്ടിച്ചേർത്തതാണ് വണ്ടി. അത് മനസ്സിലാക്കണം. നമ്മൾ ഇത്ര നാളൊന്നും പറയില്ല, ഇന്നത്തെ അടക്കം പറയുന്നത് പറഞ്ഞാൽ വണ്ടിയെ എങ്ങനെയെല്ലാം കുറ്റപ്പെടുത്താൻ പറ്റും അത്രയും കുറ്റപ്പെടുത്തി. അവരെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടില്ല. അനക്കായാലും വയറ്റിനായാലും പിന്നെ അത്യാവശ്യം അവരെ ഭാഷയെ പറയുമെങ്കിൽ 4 ആളെ അറിഞ്ഞ് നമ്മൾ ഓക്കെ സമ്മതിച്ച്. പക്ഷേ പിന്നെ വന്ന വഴി ഒരിക്കലും മറക്കറ്. എവിടുന്നാ വന്നണി എങ്ങനെയാ വന്നണി ആ വഴിയും കൂടി നമ്മളൊരിക്കലും മറന്നു പോറ്. പിന്നെ ലൈവിൽ എന്തായാലും നിങ്ങൾ ആരെന്തെല്ലാം ചോദിച്ചോ എല്ലാം മറുപടി തരും, എന്തായാലും തരും. നാളെ പറഞ്ഞുതരും എപ്പോൾ ടൈം, എന്തായാലും 2 ദിവസത്തിൽ ലൈവ് അടിക്കും. നിങ്ങൾക്ക് എന്തെല്ലാം ചോദിക്കാണ്ട് എല്ലാം ചോദിച്ചോ. കാരണം എന്ന് പറഞ്ഞാൽ അതന്നെ ആയിത്ത് പറഞ്ഞ പോലെ തന്നെ, അതായത് പിന്നെ ഒന്നിനെ ചീച്ചിട്ട് മറ്റൊന്നിനെ വളർന്നത് ഏർപ്പാട് ശരിയില്ല. പിന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം കൂട്ടത്തിലുള്ള ആൾ നല്ലോണം കുത്തി കൊടുക്കുന്നുണ്ട്, അതും കൂടി മനസ്സിലാക്കണം. ഇപ്പം അവരെപ്പോൾ ആരാണോ ഉള്ളത് അയാളാണ് പിള്ളേരെ മാക്സിമം